ഹേ ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് കുർത്തിയുടെ സൈസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുറച്ച് സൈസ് ചാർട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡ്രസ്സിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേണ്ടവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ സൈസ് ചാർട്ട് ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് അതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. എനിക്ക് ഒരുപാട് മെസ്സേജസ് ഇൻസ്റ്റാഗ്രാമിൽ വരാറുണ്ട്. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും. പിന്നെ വീട്ടിൽ നമുക്ക് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ഇത് യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ലൈറ്റ് ചെറിയ കുറവുണ്ട്, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഒട്ടും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാളിറ്റി കൂട്ടിയിട്ടാൽ മതി കേട്ടോ. എൻ്റെ മാർക്കർ ഇതുവരെ കയ്യിൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ മാർക്കർ യൂസ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലും കൂടെ നിങ്ങൾ പെൻ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കേട്ടോ. അപ്പോൾ നമുക്ക് സൈസിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ XS മുതൽ 4XL വരെയുള്ള സൈസാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു സൈസിനുള്ളിൽ മതിയായിരിക്കും. അപ്പോൾ 4XL വരെയാണ് നമ്മളിപ്പോൾ എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ചെസ്റ്റ്, വെയ്സ്റ്റ്, ഹിപ്പ്, ഷോൾഡർ, ആം ഹോള്, ഫുൾ ലെങ്ത് ഇത്രയുമാണ് നമ്മൾ എഴുതുന്നത്. XSൻ്റെ ചെസ്റ്റ് തുടങ്ങുന്നത് 32, പിന്നെ സ്മോൾ ആകുമ്പോഴത്തേക്കും 34, മീഡിയം 36, ലാർജ് 38, XL 40, 42 XXL, 44 XXL, 46 4XL. അപ്പോൾ ഇങ്ങനെയാണ് ചെസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ അളവുകൾ എന്ന് പറയുന്നത് ഈ അളവ് വെച്ച് തയ്ക്കുമ്പോൾ നമ്മുടെ എല്ലാവർക്കും കറക്റ്റ് ഫിറ്റിൽ കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് പേര് അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. എനിക്ക് ഈ സൈസാണല്ലോ, എന്നിട്ട് ഞാൻ ആ ഒരു ഇതിട്ട് ചെയ്തിട്ട് എനിക്കത് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് പറയുന്നത്. ഓരോരുത്തരുടെയും ബോഡി അളവുകൾ തമ്മിൽ, ഓരോരുത്തരുടെയും ബോഡി മെഷർമെൻറ്റ്സ്, അവരുടെ ബോഡി ഷേപ്പ്, ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ സ്മോൾ സൈസിലുള്ള ആളാണ് ഞാൻ, പക്ഷേ എല്ലാ സ്മോൾ സൈസിലുള്ള ആൾക്കാർക്കും എൻ്റെ അതേ ബോഡി ആയിരിക്കണമെന്നില്ല, എൻ്റെ അതേ ബോഡി ഷേപ്പ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ എല്ലാവരും ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ റെഡിമെയ്ഡ് ഡ്രസ്സ് നമ്മൾ പോയി എടുക്കില്ലേ, അപ്പോൾ അവിടെ നമ്മൾക്ക് വരുന്ന സൈസുകളാണ് ഇതൊക്കെ. കറക്റ്റ് സൈസാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റെഡിമെയ്ഡിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സൈസ് ചാർട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്ത് കൊടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസ് ചാർട്ട് വെച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങളുടെ കസ്റ്റമർക്ക് നിങ്ങൾക്ക് ഈ ഒരു സൈസ് ചാർട്ട് അവർ ബുക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഷോപ്പിൽ വരുന്ന സമയത്തോ കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സൈസ് ചാർട്ട്. അപ്പോൾ അവർക്ക് ഏതാണ് അവരുടെ സൈസുമായിട്ട് കൂടുതൽ മാച്ച് ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈസ് നമ്മൾ ചൂസ് ചെയ്യും അല്ലേ. നമ്മൾ ഓൺലൈനായിട്ട് ഡ്രസ്സ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മീഷോ നിന്നാണെങ്കിലും ഫ്ലിപ്കാർട്ടിൽ നിന്നാണെങ്കിലും ഒക്കെ ഡ്രസ്സ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈസ് പോയി ചെക്ക് ചെയ്യും അല്ലേ. അപ്പോൾ അതിൻ്റെ സൈസ് ചാർട്ട് നോക്കിയിട്ട് നമ്മളുടെ ശരീരമായിട്ട് ഏതാണ് മാച്ചിൽ വരുന്നതെന്ന് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഓരോ ബ്രാൻഡിൻ്റെയും ഓരോ സൈസ് ചാർട്ടും ഡിഫറെൻ്റ് ആയിരിക്കും. അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും സ്റ്റിച്ച് ചെയ്യുന്ന സൈസ് ചാർട്ട് ചിലപ്പോൾ 1 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ ഒരു 2 ഇഞ്ചിൻ്റെയോ ഒക്കെ വ്യത്യാസം വരാറുണ്ട്. മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ വാങ്ങിക്കുന്ന സമയത്ത് അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ ഒരു ഷോപ്പിൽ നിന്ന്, നിങ്ങൾ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ച സൈസ് ചാർട്ട് വെച്ചിട്ടായിരിക്കില്ല വേറൊരാൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അയാൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു സൈസ് ചാർട്ടും കൂടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ഡ്രസ്സ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ലൂസായി പോകുന്നതും ഇറക്കം കറക്റ്റ് കിട്ടാത്തതും അല്ലെങ്കിൽ ഫിറ്റായി പോകുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് സൈസ് ചാർട്ട് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ പർച്ചേസ് ചെയ്യാനും നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ ഇതേപോലത്തെ സൈസ് ചാർട്ട് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് ഈ ഒരു സൈസ് ചാർട്ട് നോക്കിയിട്ട് ചെസ്റ്റ് അളവെങ്കിലും എടുക്കാൻ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു സൈസ് ചാർട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെറിയൊരു ഓൾട്രേഷനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓൾട്ടർ ചെയ്യാനായിട്ട് എന്തായാലും അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഓൾട്ടർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിൽ നിങ്ങളുടെ ഡ്രസ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബാക്കി അളവുകളൊന്നും എടുക്കാൻ അറിയില്ലെന്ന്, ചെസ്റ്റ് റൗണ്ട് എടുക്കാൻ എന്തായാലും അറിഞ്ഞിരിക്കും അല്ലേ. അതുപോലും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സൈസ് ചാർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.